മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മതം ഉയർത്തിപ്പിടിച്ച്, മതം എന്നല്ല ജിഹാദിസം ഉയർത്തിപ്പിടിച്ച് വിജയിച്ചിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ മുഖമില്ലാത്ത, ഐഡന്റിറ്റി ഇല്ലാത്ത ഇവരൊക്കെ വിജയിച്ചു പോലും, അങ്ങനെയാണ് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുഖം പോലും, ഐഡന്റിറ്റി പോലും ഇല്ലാത്ത ഒരു ആളെ ഒരു പ്രദേശത്ത് നിന്ന് ആളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തെ ആളുകളൊക്കെ എത്തരത്തില് മുന്നോട്ട് പോകുന്നവരായിരിക്കും? ബോധവും വിവരവും വിവേകവുമുള്ള ഏതെങ്കിലും ഒരു മലയാളിക്ക് മുഖമില്ലാത്ത, മുഖം മറച്ചു വരുന്ന, ഐഡന്റിറ്റി ഇല്ലാത്ത ഒരാളെ വിജയിപ്പിക്കാൻ സാധിക്കും? എന്തുകൊണ്ടാ? അങ്ങനെ വിജയിപ്പിച്ചാൽ തങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഈ മുഖം പോലും മറച്ച് രംഗത്തിറങ്ങുന്നവർക്ക് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളൊരു ചോദ്യമല്ലേ ലളിതമായിട്ടുള്ള. ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാ? ഇതുമായി ബന്ധപ്പെട്ട് വെളുപ്പിക്കൽ ടീം ഇറങ്ങിയിട്ടുണ്ട്, സുഡാപ്പികള്. ഞാനൊരു ഉദാഹരണം ഇവിടെ കൊടുക്കാം, ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഐഡന്റിറ്റി നിലനിർത്തി PDP സ്ഥാനാർത്ഥിയായി മത്സരിച്ച തംസീന ജാസിയെ സൈബർ ആക്രമണം നടത്തി തകർക്കാമെന്ന് കരുതിയ വർഗീയവാദികൾക്ക് കേരളത്തിൽ ഇടമില്ല. ഡോക്ടർ പവിത്ര അജിത്ത് മതപരമായ ഐഡന്റിറ്റി നിലനിർത്തി മത്സരിച്ച് വിജയിച്ച തംസീന ജാസിയെ ഷാൾ അണിയിച്ച് ആദരിക്കുന്നു. ആ ഡോക്ടറെയൊക്കെ പൊക്കിപ്പിടിച്ച് കൊണ്ടുവന്നത് തന്നെ ഇതൊരു വെളുപ്പിക്കലിനാണ് എന്നുള്ളത് ആ ഡോക്ടർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. നിങ്ങൾ കേട്ടില്ലേ, മതപരമായിട്ടുള്ള ഐഡന്റിറ്റി. ഏത് മതപരമായിട്ടുള്ള? അപ്പോ ഈ പറയുന്ന മതം ഒരു 10-25 വർഷം മുമ്പ് ഇല്ലായിരുന്നു. ഈ 10-25 വർഷമായിട്ടേ ഉള്ളൂ ഈ മതം മുന്നോട്ട് വന്നിട്ട്. അങ്ങനെയൊന്നുമല്ലല്ലോ. ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് പർദ എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഇല്ല. ഒരു 3-4 കൊല്ലം മുമ്പ് മാത്രമാണ് ഈ മുഖം മറയ്ക്കലും നമ്മുടെ കേരളത്തിൽ ഇപ്പോ വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മതപരമായിട്ടുള്ള ഡ്രസ്സ് എന്നാ ഇപ്പൊ പറയുന്നത്. അപ്പൊ 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ മതം ഇല്ലായിരുന്നു. അല്ലെ ഒരു 25-30-35 വർഷം പിറകോട്ട് പോയാൽ ഈ മതല്ലേ? അപ്പോ ഇതെന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടതാ. ഇവിടെ കൃത്യമായിട്ട് ഒരു ജിഹാദി അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. വസ്ത്രത്തിൽ മതം കലർത്തുന്നവർ, ഭക്ഷണത്തിൽ മതം കലർത്തുന്നവർ, ഇത് കൃത്യമായിട്ട് വസ്ത്രത്തിൽ മതം കലർത്തുന്ന ജിഹാദി അജണ്ടയുടെ ഭാഗമായിട്ട് കേരളത്തിൽ വിജയിപ്പിച്ചെടുത്തിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. മുഖമില്ലെങ്കിലും കേരളത്തിൽ വിജയിപ്പിക്കാമെന്നുള്ളൊരു ആദ്യ സന്ദേശമാണ് നമ്മൾ ഈ കാണുന്നത്. എന്നിട്ട് സുഡാപ്പികൾ പറഞ്ഞത് കേട്ടോ, ഇതിനെതിരെ പറഞ്ഞവരാണ് വർഗീയവാദികളെന്ന്. അതെങ്ങനെയാ ശരിയാവുക? ഓരോ ആളുകളും ഐഡന്റിറ്റി ഇല്ലാത്ത ആള്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും ഈ മുഖം മറയ്ക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഈ മുഖം മറയ്ക്കുന്നത് നിരോധിക്കുക. എന്നിട്ട് അവിടെയുള്ള രാജ്യങ്ങൾ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു, പൊതുസമൂഹത്തിൽ മറ്റുള്ള ആളുകൾക്ക് സുരക്ഷാ ഭീഷണിയാണ് ഈ മുഖം മറച്ചു വരുന്നത് എന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തും മറ്റുള്ള ആളുകളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഈ മുഖം മറയ്ക്കുന്നതൊക്കെ നിരോധിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ ജനാധിപത്യപരമായിട്ടുള്ള നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഈ വിഷയം മുന്നോട്ട് വെക്കുന്നത്. ഈ മുഖം മറയ്ക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിരോധിക്കുക തന്നെ വേണം. ഇത് നമ്മളെ സംബന്ധിച്ചൊക്കെ, പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഇതൊരു അപകടം തന്നെയാ. ഇവിടെ ഇപ്പൊ സുഡാപ്പികളും ജിഹാദികളും സകല സംവിധാനങ്ങൾ കൂടെ ഇതിനെതിരെ ആര് പറഞ്ഞാലും അതാ വർഗീയത. ഡ്രസ്സിൽ പോലും മതം കലർത്ത് ഉളുപ്പില്ലാതെ മതത്തിന്റെ ഡ്രസ്സ് എന്ന് പറയുന്നവര് ഇവിടെ മതേ തറക്കാരും. എന്തൊരു അവസ്ഥയാ! എങ്ങനെയാ നമ്മുടെ കേരളം ഇപ്പോ മുന്നോട്ട് പോകുന്നത്? മറ്റൊരു ഉദാഹരണം, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ എന്തൊക്കെയാണ് ഈ മതവും പശ്ചാത്തലവുമായിട്ട് ആളുകൾ ഇറങ്ങിയത്. മറ്റൊരു ഉദാഹരണമാണ് കോഴിക്കോട് മത്സരിച്ചിട്ടുള്ള, കോർപ്പറേഷനിൽ മത്സരിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാ. നിങ്ങളിത് കണ്ടില്ലേ? എന്താണ് ഇതില് ഈ ഭാഷയൊക്കെ ആർക്കാ മനസ്സിലാവുക? ഉറുദുവിലാണ് പോസ്റ്റർ ഇറക്കിയത്. വോട്ട് ചോദിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വോട്ടും ചോദിച്ചിറങ്ങിയത് ഉറുദുവില്. ഇത് എത്ര ആളുകൾക്ക് മനസ്സിലാവും? ഈ പറയുന്ന കോർപ്പറേഷനിൽ ഇവര് മത്സരിക്കുന്ന സ്ഥലത്ത്, ഇവരെന്താ സിറിയയിലോ ഇറാഖിലോ? ഇവരെവിടെ മത്സരിച്ച്? നമ്മുടെ കോഴിക്കോടല്ലേ? അവിടെ വരെ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് ഉറുദുവിൽ പോലും വോട്ട് ചോദിച്ച് നമ്മുടെ കോഴിക്കോട്ടങ്ങാടിയില്
പ്രചരണം നടന്നിട്ടുണ്ട് എന്നുള്ളതൊരു ഇതൊരു ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമല്ലേ? ഇതൊക്കെ സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയും. ഇവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവരെ പിന്തുണയ്ക്കുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ മതേതരത്തേക്കും, അതേസമയം ബോധമുള്ളവരെ സംബന്ധിച്ച് ഇതൊക്കെ എന്തിനാണ് ഉറുദുവിൽ പോലും ഇവിടെ ഇറക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഒരു കൃത്യമായൊരു പ്രീണനമല്ലേ ഈ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയൊക്കെ മുന്നോട്ട് വെക്കുന്നത്? എത്ര ആളുകൾ ഉണ്ടാവും ഉറുദു മാത്രം അറിയുന്ന ആളുകൾ? ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കുക. മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ റിസൾട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സംവരണ സീറ്റുകൾ അങ്ങ് മാറ്റിവെച്ചാൽ മറ്റു മതത്തിലുള്ള ഒരാൾ പോലും ജില്ലാ പഞ്ചായത്തിൽ വിജയിച്ചിട്ടില്ല. ഓരോ ആളിൽ ഞാൻ ഇവിടെ ലിസ്റ്റാ കൊടുത്തത്. അതായത് സംവരണ സീറ്റിൽ അല്ലാതെ മറ്റു ഒരു 5-10 ആളെങ്കിലും മുസ്ലിം ലീഗിന് ഒന്നുമില്ല, മതേതരത്വ പാർട്ടിയാണെന്ന് ഉളുപ്പില്ലാതെ 24 മണിക്കൂറും പച്ചക്കള്ളം വിളിച്ചു പറയുന്നൊരു പാർട്ടിയല്ലേ മുസ്ലിം ലീഗ്. അവർക്കൊരു 10 പേരെങ്കിലും മറ്റു മതങ്ങളിൽ നിന്നൊന്ന് നിർത്തിക്കൂടായിരുന്നു? നിങ്ങളൊന്ന് നോക്കൂ, ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ലിസ്റ്റിൽ എവിടെയാണ് മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളുള്ളത്? ഈ സംവരണ സീറ്റൊക്കെ ഒന്ന് മാറ്റി 1-2 സീറ്റ് മാറ്റി വെച്ചാൽ എവിടെയാണ് മറ്റു മതങ്ങളിലുള്ള ആളുകൾ? എന്നിട്ട് മലപ്പുറത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് ആളുകൾ ഇങ്ങനെ ഉറഞ്ഞു തുള്ളി വരും. സകല ആളുകളൊന്ന് ചിന്തിച്ചു നോക്കും. മതം നോക്കി മാത്രമല്ല ഈ വോട്ടിംഗ് നടന്നത്. ഇത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. ഇവിടെ മുസ്ലിം ലീഗ് മതേതരത്വ എന്ന് നിരന്തരം വിളിച്ചു പറയും. എന്നിട്ട് അവര് മത്സരിപ്പിക്കുന്ന സകല ആളുകളും എത്തരത്തിലാ? എന്നിട്ട് അവര് വിജയിച്ചിട്ടുള്ളത്? നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. ഈ മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI ഇത്തരം സകല സംവിധാനങ്ങളുടെയും ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് UDF ഇപ്പൊ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയത്. അല്ലാതെ പ്രതിപക്ഷം എന്ന നിലക്ക് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പരാജയപ്പെട്ടൊരു പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്ന് പറയുന്നത്. ഇവരുടെ യുവജന നേതാക്കൾ എന്ന് പറയുന്ന ആളുകള് പെണ്ണ് കേസിൽപ്പെട്ട് ചുഴലിയിൽപ്പെട്ടാണ് അവര് മുന്നോട്ട് പോകുന്നത്. പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം തകർച്ചയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് അവര് രാഷ്ട്രീയപരമായിട്ട് അവര് ആ ഒരു സംഘടനാപരമായിട്ടൊക്കെ ഗതികെട്ട അവസ്ഥയിലായിട്ടോ കേരളത്തില് UDFന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ട് ഇത്തരം സകല ജിഹാദികളും കൂടിയിട്ട് കൃത്യമായിട്ടൊരു അജണ്ട സെറ്റ് ചെയ്ത് കൃത്യമായിട്ട് വോട്ട് ഒരു ഭാഗത്തേക്ക് അങ്ങ് കൊടുത്തിട്ടാണ് വലിയ രീതിയിൽ UDF ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. മുസ്ലിം ലീഗിന്റെ മതേതരത്വമൊക്കെ സകല ബോധമുള്ള ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞില്ലേ? അവരുടെ ഒരു കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പോലും ഉറുദുവിൽ പോലും ഇറക്കുക. അതൊക്കെ അവരെ മതേതരത്വ. അവര് സംസാരിക്കുമ്പോൾ അത് വലിയ മതേതരത്വമായിട്ടാണ് അവർ അവതരിപ്പിക്കുക. ബോധമുള്ള ആളുകൾ തിരിച്ചറിയുക ഇതൊക്കെ എങ്ങോട്ടേക്കാണ് ഈ കേരളത്തെ കൊണ്ട് പോകുന്നത് എന്ന്. മറ്റൊന്ന് PDP, മുഖമില്ലാത്ത ആളുകൾക്കെതിരെ ഐഡന്റിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെയാണ് സാധാരണ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുക എന്ന് പറയുമ്പോൾ ആ പറഞ്ഞത് വർഗീയതയാണ് എന്ന് പറയുന്ന തരത്തിലാണ് നമ്മുടെ കേരളം ഇപ്പോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും സകല മലയാളികളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക.